സർ റെക്കോർഡിങ് കാണാനെന്ന് വിചാരിച്ചാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. ദശമസ്കന്ധം 84 36 ലൈൻ എടുക്കണ്ടേ? അതെ സാർ, 36. ദശമസ്കന്ധം അധ്യായം 84 ശ്ലോകം 36. 84 36 ദശമസ്കന്ധം. ചിത്തസ്യോപശമോയം വൈ കവിഭിശസ്ത്രചക്ഷുഷാം ദർശിത സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹ. വസുദേവർക്ക് യജ്ഞം ചെയ്യണമെന്നുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ മഹർഷിമാർ പറയുന്ന മറുപടിയാണ് നമ്മൾ കേട്ടത്. കർമ്മം കൊണ്ട് തന്നെ കർമ്മനിവൃത്തി വരുത്തുവാനുള്ള ഉപായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരെ വസുദേവരെ സംബോധന ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്, ചിത്തസ്യ ഉപശമ അയം വൈ. അയം ഇത് തന്നെ, ഈ യജ്ഞങ്ങൾ തന്നെ ചിത്തസ്യ ഉപശമ, ചിത്തത്തിന് ശാന്തത കിട്ടാൻ വേണ്ടിയുള്ളതാണ്, ചിത്തത്തെ ഉപശമം ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. വൈ തീർച്ചയായിട്ടും കവിഭിഹി ശാസ്ത്രചക്ഷുഷ, ശാസ്ത്രചക്ഷുസായ കവികളാൽ ദർശിത കാണിക്കപ്പെട്ടതാണ്. സുഗമോ യോഗ, സുഗമമായ യോഗമാണിത്. ധർമ്മ ച ധർമ്മവുമാണ്. ആത്മമുദാവഹ, ആത്മാവിന് മോദം ഉണ്ടാക്കുന്നതാണ്. ആത്മമുദ് ആവഹ, ആത്മാവിന് മോദത്തെ ആവഹിക്കുന്നതാണ്. പൂർവാചാര്യന്മാർ ശാസ്ത്രവിധി അനുസരിച്ച് അവര് കണ്ടുപിടിക്കപ്പെട്ട ഒരു മാർഗമാണ് ഇത്. ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ മാർഗം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ്, ചിത്തത്തെ ഉപശമം പ്രാപിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതന്നെയല്ല, ആത്മാവിന് പ്രീതി ഉണ്ടാക്കുകയും ചെയ്യും. എല്ലാ വർണ്ണികൾക്കും അനുഷ്ഠിക്കാൻ പറ്റിയതുമാണ്. അതുകൊണ്ട് ഈ യോഗം അവശ്യമായും അനുഷ്ഠിക്കേണ്ടതാണെന്ന് വസുദേവരെ ബോധ്യപ്പെടുത്തുകയാണ്. ചിത്തസ്യോപശമോയം വൈ കവിഭിശാസ്ത്രചക്ഷുഷാം ദർശിത സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹാം. ചിത്തസ്യോപശമോയം വൈ കവിഭിശാസ്ത്രചക്ഷുഷാം ദർശിത സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹാം. അയം സ്വസ്ത്യയന പന്ഥാ വിജാതിർഗൃഹമേധിനാം യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേന യജ്യതേ പൂരുഷഃ യുജ്യേത പൂരുഷം. അയം സ്വസ്ത്യയന പന്ഥ, ഇത് സ്വസ്തിക്കുള്ള, സ്വസ്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു പന്ഥാവാണ്, ഒരു മാർഗമാണ്. ക്ഷേമമുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ്. അയം സ്വസ്ത്യയന പന്ഥ. അവർക്ക് ദ്വിജാതേഹി, ബ്രാഹ്മണർക്ക്, ഗൃഹമേധിന, ഗാർഹസ്ഥ്യമനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർക്ക് മംഗളകരമായൊരു വഴിയാണ് ഇത്. യത് ശ്രദ്ധയാ ആപ്തവിത്തേന ശുക്ലേന യുജ്യേത പുരുഷ. യാതൊരു യജ്ഞം ശ്രദ്ധയോടെ ആപ്തവിത്തേന, വിത്തം സമ്പാദിപ്പിക്കപ്പെട്ടിട്ട്, ശുക്ലേന യുജ്യത്തെ, ശുദ്ധമായ ധനം സമ്പാദിച്ചിട്ട്, യുജ്യേത പുരുഷ, ഒരു പുരുഷൻ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ചെയ്യണമെങ്കിൽ ശുദ്ധമായ ധനം സമ്പാദിക്കണം. ശുക്ലേന ആപ്തവിത്തേന ശ്രദ്ധയ യുജ്യേത പുരുഷ. യജ്ഞം ചെയ്യുവാനുള്ള ധനം പരിശുദ്ധമായിരിക്കണം, വളരെ വ്യക്തമാക്കിയ പറഞ്ഞു. ശുക്ലേന ആപ്തവിത്തേന, ധനം ഏതെങ്കിലും പ്രകാരത്തിൽ സമ്പാദിച്ചാൽ പോരാ, പറ്റില്ല. എന്ത് ചെയ്യണം?
ശുദ്ധമായ വഴിയിൽ കൂടി ധനം സമ്പാദിക്കണം. ഇപ്പം ബ്രാഹ്മണ ധർമ്മത്തിൽ പറയുന്നത് യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്നാണ്. അതിലെ യാചനം യജിപ്പിക്കലാണ്, അധ്യാപനം പഠിപ്പിക്കലാണ്, പ്രതിഗ്രഹം ദാനം സ്വീകരിക്കലാണ്. ഈ 3 വഴികൾ ബ്രാഹ്മണന് ശുദ്ധമാണ്. അതായത് ഒരാളെ കൊണ്ട് യജ്ഞം ചെയ്യിച്ചിട്ട് അതിന്റെ പ്രതിഫലമായി ദക്ഷിണ വാങ്ങാം. അധ്യാപനം ചെയ്തിട്ട് ആൾക്കാരെ പഠിപ്പിച്ചിട്ട് അവരിൽ നിന്നും ദക്ഷിണ പ്രതിഫലമായി വാങ്ങാം. പിന്നെ ദാനത്തിന്റെ വിപരീതമായ പ്രതിഗ്രഹം, ആർക്കെങ്കിലും ദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും വാങ്ങാം. ഇത് 3 ഈ 3 വഴി കൂടി നേടുന്ന ധനം ശുദ്ധമാണ്. അല്ലാതെ ഒന്നും പരിശുദ്ധമല്ല എന്നർത്ഥം. ചിട്ടി പിടിച്ചോ, ലോൺ എടുത്തോ, കടം മേടിച്ചോ, ആരെങ്കിലും അപകടപ്പെടുത്തിയോ, ദുഃഖിപ്പിച്ചോ, വേദനിപ്പിച്ചോ സമ്പാദിക്കുന്ന ധനം ശുദ്ധമല്ല. അതുകൊണ്ട് യജ്ഞം ചെയ്യാൻ യോഗ്യമല്ല. ഇനി രാജാക്കന്മാർക്കാണെങ്കിൽ, ഇത് ബ്രാഹ്മണർക്കാണ്. യുദ്ധം ചെയ്യണം, പ്രജാപരിപാലനം ചെയ്യണം, ശിക്ഷിക്കണം. ഈ 3 മാർഗത്തിൽ കിട്ടുന്ന ധനം രാജാക്കന്മാർക്ക് ശുദ്ധമാണ്. യുദ്ധം ചെയ്ത് ശത്രുപക്ഷത്തിലോ ആരെയാണോ തോൽപ്പിച്ചത് ആ രാജ്യത്തിലെ ധനമെല്ലാം തന്റെ രാജ്യത്തോട് ചേർക്കുമ്പോൾ ആ ധനം കൊണ്ട് യജ്ഞം ചെയ്യാം. അല്ലെങ്കിൽ പ്രജകളെ പരിപാലിക്കുമ്പോൾ പ്രജകളിൽ നിന്നും പിരിച്ചെടുക്കുന്ന കരം കൊണ്ട് യജ്ഞം ചെയ്യാം. അല്ലെങ്കിൽ ശിക്ഷിക്കുമ്പോൾ 50,000 രൂപ പിഴ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ പിഴയായിട്ട് കിട്ടുന്ന ആ ധനം, ഇത് 3 ക്ഷത്രിയനെ സംബന്ധിച്ച് ശുദ്ധമായ ധനമാണ്. അതുകൊണ്ട് അയാൾക്ക് യാഗം ചെയ്യാം. ഇനിയും വൈശ്യന്മാർക്കാണെങ്കിൽ കൃഷി, അവിടെ പശു പരിപാലനം, വാണിജ്യം, ഇതുകൊണ്ട് കിട്ടുന്ന ധനം വൈശ്യനെ സംബന്ധിച്ച് ശുദ്ധമാണ്. കൃഷി ചെയ്ത് കിട്ടുന്ന ധനം, പശുവിനെ പരിപാലിച്ച് കിട്ടുന്ന ധനം, വാണിജ്യം, കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇത് 3 ക്ഷത്രിയന് ശുദ്ധമാണ്. ബാക്കി ആർക്കും ഇല്ല. ബ്രാഹ്മണ ക്ഷത്രിയന്മാർക്കില്ല, വൈശ്യനാണ് ഇത് ശുദ്ധമായ ധനം. ഇനിയും ഈ 3 പേരെയും ശുശ്രൂഷിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ധനം ശൂദ്രന് ശുദ്ധമായ ധനമാണ്. അത് വിധിപൂർവം വന്നു ചേരുന്ന ധനമാണ്. ഇങ്ങനെ പ്രീതിപൂർവം ദാനം ചെയ്യപ്പെടുന്നത്, അച്ഛനമ്മമാരിൽ നിന്നും വിധിപൂർവം കിട്ടിയത്, ഭാര്യാഗൃഹത്തിൽ നിന്നും വിധിപൂർവം സിദ്ധിച്ചത്, ഇതെല്ലാം എല്ലാവർക്കും ശുദ്ധമാണ്. 4 പേർ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ധനമുണ്ട്. പിതൃപിതാമഹന്മാരിൽ നിന്നും കിട്ടുന്ന ധനം, അല്ലെങ്കിൽ ആരെങ്കിലും സന്തോഷത്തോടെ ദാനം ചെയ്യുന്ന ധനം, അല്ലെങ്കിൽ ഭാര്യാഗൃഹത്തിൽ നിന്ന് കിട്ടുന്ന ധനം, ഇത് 3 ശുദ്ധമാണ് എല്ലാവർക്കും. ഇതുകൊണ്ട് യജ്ഞം ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന ശുദ്ധധനം കൊണ്ട് പ്രജാപരിപാലനാദികളായ ക്രിയകളും ശാന്തനായി ഇരുന്ന കർമ്മങ്ങൾ ഈശ്വരങ്ങളെ സമർപ്പിക്കുന്ന ഒരു മാർഗമാണ് ഈ യജ്ഞം. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മളുടെ വിത്ത് വറക്കുന്നത് പോലെ ഇനിയും കിളിച്ചു വരാൻ കാരണമാവില്ല. ശുദ്ധമായ ധനം കൊണ്ട് യജ്ഞം ചെയ്താൽ ആ യജ്ഞകർമ്മം കൊണ്ട് ഇതുവരെയുള്ള ദുഷ്കർമ്മവാസനകളെ വറുത്ത് കളയും. ആ ദുഷ്കർമ്മവാസനകളുടെ ബീജം വറുത്താൽ പിന്നെ കിളിക്കില്ല. വിത്തുനെല്ല് വറുത്താൽ പിന്നെ കിളിക്കില്ല. ബീജത്തിനുള്ള നെല്ല് അങ്ങനെയാണ്. അതേപോലെയാണ് കർമ്മത്തിന്റെ ബീജങ്ങൾ ഈ കർമ്മം കൊണ്ട്, അതാണ് കർമ്മണ കർമ്മനിഹ്രാത എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് വറുത്ത് നമ്മുടെ കർമ്മബന്ധത്തെ ഇല്ലാതാക്കി തീർക്കാൻ ഈ കർമ്മങ്ങൾ ഏറ്റവും നല്ല ഉപായമാണ്. ദക്ഷിണ സ്വീകരിക്കുക, കരം ചുമത്തുക, കച്ചവടത്തിന് ലാഭം സ്വീകരിക്കുക,
എന്നിങ്ങനെ ധനത്തിന് ശുദ്ധിയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശുക്ലേന ആപ്തവിത്തേന ഇജ്ജീയത പുരുഷ. വിസ്തരിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്താണ് ശുദ്ധമായ ധനം എന്ന് നമുക്ക് ആശങ്കയുണ്ടാകും. അതുകൊണ്ട് ശുദ്ധമായ ധനം ഇതൊക്കെയാണ് എന്ന് അക്കമിട്ട് പ്രകടമാക്കി 4 വർണ്ണക്കാർക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ശുദ്ധമായ ധനം എന്ന് ബോധ്യപ്പെടുത്തി ഈ ധനം കൊണ്ട് വേണം യജ്ഞങ്ങൾ, വഴിപാടുകൾ, ഇങ്ങനെയുള്ള സമസ്ത കാര്യങ്ങളും ഇതുകൊണ്ടാണ് ചെയ്യണം. അപ്പോൾ മാത്രമേ അത് ശുദ്ധമാവൂ. അയം സ്വസ്ത്യയന പന്ഥാദ്വിജാതിർഗൃഹമേധിനാം യച്ഛ്രദ്ധയാപ്തവിത്തേന ശുക്ലേന ജ്യേതപൂരുഷാം. അയം സ്വസ്ത്യയന പന്ഥാദ്വിജാതിർഗൃഹമേധിനാം യച്ഛ്രദ്ധയാപ്തവിത്തേന ശുക്ലേന ജ്യേതപൂരുഷാം. വിത്തൈഷണാം യജ്ഞദാനേർ ഗൃഹേർ ദാരഫുതൈഷണാം. ആത്മലോക ഈഷണാം ദേവ കാലേന ബുധാം ഗ്രാമ്യേ തെക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. വിത്തൈഷണാം ധനത്തിലേക്കുള്ള ആശ. വിത്തേഷണ യജ്ഞദാനൈഹി യജ്ഞങ്ങൾ കൊണ്ട്, ദാനങ്ങൾ കൊണ്ട്, വിത്തേഷണയെയും ഗൃഹൈഹി ദാരഫുതൈഷണാം വീടുകൾ കൊണ്ട്, ഭാര്യാപത്രന്മാരിലുള്ള ഏഷണയെയും ആഗ്രഹത്തെയും ഇച്ഛയെയും, ആത്മലോകൈഷണാം ദേവ ആത്മാവിന് സ്വർഗപ്രാപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെയും ഹേ ദേവ വസുദേവ കാലേന കാലം കൊണ്ട് ആത്മാവിന് സ്വർഗപ്രാപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. കാലേന ആത്മലോകൈഷണാം ദേവ വിസൃജേത് ബുധ. അങ്ങനെയുള്ള ബുധൻ വിദ്വാൻ എന്ത് ചെയ്യണം? അതൊക്കെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. വിത്തൈഷണ, ദാരൈഷണ, ഇതൊക്കെ എന്ത് ചെയ്യണം? ഗൃഹേഷണ, ഇതൊക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുന്നതുകൊണ്ട് മാത്രമേ കർമ്മബന്ധമില്ലാതാവുകയുള്ളൂ. അല്ലെങ്കിൽ കർമ്മം വീണ്ടും ബന്ധനമാകും. നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. എത്ര സത്കർമ്മങ്ങൾ ചെയ്താലും അത് ബന്ധനമായിട്ട് തിരികെ ചെയ്യാം. അങ്ങനെ ആയാൽ വിഷയത്തിലുള്ള ആശ നശിക്കാതെ അത് പിന്നെയും ജനനമരണങ്ങൾക്ക് കാരണമായി കിളിച്ചു വരും. അതുകൊണ്ട് വിഷയാശകൾ വേരോട് നശിപ്പിക്കാൻ ഒരു ഉപായം പറയുകയാണ് ഈ യജ്ഞകർമ്മങ്ങൾ. നമ്മളൊക്കെ വിഷയാശ വെച്ചുകൊണ്ടാണ് യജ്ഞകർമ്മങ്ങൾ, ദാനങ്ങൾ, ധ്യാനം, പൂജ, നമസ്കാരം, ജപം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ആശകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ. അങ്ങനെ അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ജനന ഉണ്ടാക്കാൻ പറ്റുന്ന കർമ്മബീജങ്ങൾ മുളച്ചു വരും. ഈ ആശ പാടെ നശിപ്പിച്ചിട്ടാണെങ്കിൽ പിന്നെ അത് മുളയ്ക്കില്ല. ധനം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് യജ്ഞം ചെയ്യാം, ദാനം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ധനത്തിലുള്ള ആശ ഉപേക്ഷിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ധനത്തിലുള്ള ആശ നിലനിർത്തിക്കൊണ്ട് യജ്ഞവും ദാനവും ചെയ്താൽ അത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, വീണ്ടും ജന്മപരമ്പരകൾക്ക് കാരണമായ ബീജത്തെ വളർത്തി മുളപ്പിച്ചു കൊണ്ടേയുള്ളൂ. അതുകൊണ്ടാണ് വിത്തൈഷികൾ എന്ന് പറഞ്ഞത്. ധനം ഉപയോഗിച്ച് യജ്ഞം ചെയ്യാം, പക്ഷേ അതുകൊണ്ട് ധനം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നത്തെ സപ്താഹങ്ങൾക്ക് യജ്ഞത്തിന് സംഭവിച്ചൊരു വലിയ കാലുഷ്യവും അവിടെ തന്നെയാണ്. അതുകൊണ്ട് ധനം ഉണ്ടാക്കണമെന്ന് സംഘടിപ്പിക്കുന്നവര്, ആ കർമ്മം ചെയ്യുന്നവരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇതും മാത്രമാണ്. അങ്ങനെ ആയാൽ
ഈ വിത്താശ നശിക്കില്ല. വിത്താശ നശിക്കാതെ എത്ര യജ്ഞങ്ങൾ നടത്തിയാലും വീണ്ടും വീണ്ടും ജന്മകർമ്മ പരമ്പരകൾ തുടർന്നുകൊണ്ടേയിരിക്കുള്ളൂ. എത്ര ഭംഗിയായിട്ട് ഭാഗവതം വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് വിത്താശ ഉപേക്ഷിച്ചുകൊണ്ടേ യജ്ഞം ചെയ്യാവൂ. അതുപോലെ ധനം ഉപയോഗിക്കുമ്പോൾ വിവേകപൂർവം ധനത്തെ ത്യജിക്കാനുള്ള ഒരു ശക്തി നേടണം. അത് എനിക്ക് വേണ്ടിയുള്ളതല്ല എന്നൊരു ത്യാഗമനോഭാവത്തോടെ യാഗദാനങ്ങൾ ചെയ്താൽ ലക്ഷ്യത്തിലേക്ക്. ഇതുകൊണ്ട് എനിക്ക് ഇരട്ടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ എത്തില്ല. യജ്ഞം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും അതുകൊണ്ട് എനിക്ക് ഭൗതികമായ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് എന്റെ പിമ്പിൽ ഒരു ആശ നിലനിർത്തിയാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആ കർമ്മം സമ്പൂർണമാവില്ല. അതുകൊണ്ട് ധനാശ വെടിഞ്ഞ് തന്നെ സൽക്കർമ്മം ചെയ്ത് ശീലിക്കണം. അപ്പോൾ മാത്രമേ വിത്തീഷണ നശിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കാൻ ഭാഗവതത്തിൽ ഒരൊറ്റ വാക്കുകൊണ്ട് ഉപയോഗിക്കും. അതേപോലെയാണ് അടുത്തത്. ഗൃഹധാരൈഹി ഉതൈഷണം. വീട്, അതുപോലെ പത്നി, പുത്രന്മാർ, ഇതൊക്കെ ഗൃഹോചിതമായ സുഖമാണ്. വീട്ടിലേക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും വേണം, പത്നി വേണം. ഇങ്ങനെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് അതിൽ വിരസതയുണ്ടായിട്ട് ആ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. വീടുണ്ടാക്കി, നല്ല വീട് കെട്ടി, വല്ല മാളികൾ 2-3 നിലയൊക്കെ ഉണ്ടാക്കി, എല്ലാ സാധനവും ഉണ്ടാക്കി, ഇതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ മതിയായി, ഇനി എനിക്ക് വേണ്ടില്ല എന്നൊരു വിരക്തി ഉണ്ടാകണം. അതുകൊണ്ട് ഈ ചെയ്തത് തെറ്റാന്നല്ല പറഞ്ഞു, പക്ഷേ അതിൽ വിരക്തി ഉണ്ടാകണം. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. ആരംഭത്തിൽ ഇതൊക്കെ അമൃതുപോലെ നമുക്ക് ആസ്വാദ്യജനകമാണ്. വീടും ഭാര്യയും പുത്രന്മാരും. വീട് ആരംഭത്തിൽ അമൃതുപോലെ ആസ്വാദ്യമാണ്. പിന്നെ അത് കൊണ്ടു നടക്കാൻ വരുമ്പോഴാണ് നല്ല ചെലവ് വരുന്നു, വൃത്തിയാക്കാൻ പറ്റില്ല, അത് കേടാകുന്നു, പ്രശ്നമാകുന്നു, ആകപ്പാടെ പിന്നെ ആദ്യം അമൃതായത് പിന്നെ വിഷമായിട്ട് മാറും. ഭാര്യ അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹാവു നല്ല സുന്ദരം, കുറെ കഴിയുമ്പോൾ അത് വിഷം പോലെയായിട്ട് മാറാം. പുത്രന്മാരും അങ്ങനെ തന്നെയാണ്. ആദ്യം അമൃതോപമമാണ്, പിന്നീട് അത് വിഷമായി പരിണമിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആരംഭത്തിൽ അമൃതമെന്ന് തോന്നവും അതിൻ്റെ പരിണാമത്തിൽ വിഷമായി അനുഭവിക്കാൻ പറ്റുന്നതുമായ ഈ 3 സുഖങ്ങൾ, വിഷയത്തിന് ഇന്ദ്രിയവുമായി സംയോഗം കൊണ്ട് കിട്ടുന്ന ഈ സുഖം, ആമാതി സുഖങ്ങളെ പരിത്യജിക്കുക തന്നെ ചെയ്യണം, ഉപേക്ഷിക്കണം. മരിച്ചതിന് ശേഷം സ്വർഗം പ്രാപിക്കാമെന്നുള്ള ആഗ്രഹവും ഉപേക്ഷിക്കണം. കാരണം സ്വർഗാദി ലോകവും നശിക്കുന്നതാണ് എന്ന് പരമാർത്ഥജ്ഞാനത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മത്തം കൊണ്ട് കിട്ടിയ ഈ ദേഹവും ലോകവും ഒരുപോലെയാണ്. ഈ ശരീരം ആദ്യത്തിൽ യൗവനകാലം വരെയൊക്കെ നന്നായിരുന്നു. പിന്നെ എന്ത് ചെയ്യും? കുറേശ്ശെ തള്ളൻ തുടങ്ങും എന്ന് കാണുമ്പോൾ ഈ ശരീരത്തിനുള്ള ആഭിമുഖ്യം എന്ത് ചെയ്യണം? കുറച്ച് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ പുണ്യകർമ്മം കൊണ്ട് സ്വർഗാദികളായ ആഗ്രഹം കൂടി നശിക്കുകയുള്ളൂ. അതും കൂടി നശിക്കണം. അപ്പോഴാണ് പുണ്യലോകേഷണ നശിക്കും. ഹേ വസുദേവ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള ഔത്സുക്യത്തെ അതാതുകളുടെ അനുഭവം കൊണ്ടും ശാസ്ത്രവിശ്വാസം കൊണ്ടും ഉപേക്ഷിച്ചാൽ പിന്നെ ആ വിഷയങ്ങൾ ആശയുണ്ടാവില്ല. അവരെയാണ് ധീരന്മാർ, വിദ്വാൻമാർ എന്നൊക്കെ പറയുന്നത്. വിഷയാശകളെ ഉപേക്ഷിച്ച് തപോവനത്തിൽ പ്രാപിച്ച് വൈരാഗ്യം അഭ്യസിച്ച് തപസ് ചെയ്യലാണ് സദാചാരം. അതുകൊണ്ട് ഹേ വസുദേവ, ഇത് നല്ലൊരു കർമ്മം തന്നെയാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം?
3 ആശകൾ ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിച്ചിട്ട് യജ്ഞം ചെയ്യാവും. ഇപ്പൊ വസുദേവർ യജ്ഞം ചെയ്യുന്നത് ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം ഒരു നിരുത്സാഹപ്പെടുത്തിയെങ്കിലും വളരെ വിശദമായിട്ട് വസുദേവർക്കല്ല നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളും യജ്ഞമല്ലെങ്കിലും അതിന് സമാനമായ സപ്താഹയജ്ഞം പോലെ എത്രയോ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അവർക്ക് ഭാഗവതം കൊടുക്കുന്ന പാഠം നോക്കുള്ളൂ. ഈ ഭാഗവതം വായിച്ചിട്ടാണ് യജ്ഞം നടത്തുന്നത്. ഭാഗവതം പ്രത്യേകം പറഞ്ഞു, വിത്തൈഷണാം യജ്ഞദാനേഹി ഗൃഹദാരഫുതൈഷണാം ആത്മലോക ഈഷണാം ഹേ ദേവ വസുദേവ കാലേന ഉപുജേത് ബുദ്ധ. അത് കുറച്ചു കാലം കൊണ്ട് ഉപേക്ഷിക്കണം. ആദ്യം വേണമെന്ന് പറഞ്ഞില്ല. ഗ്രാമ്യേ തെക്തൈഷണ സർവേ യയു ധീരാഹ തപോവനം. ഗ്രാമത്തിൽ എല്ലാ ഏഷണകളും ഉപേക്ഷിച്ചതിന് ശേഷം യയുഹു പോകുന്നു, ധീരാഹ ധീരന്മാർ തപോവനത്തിലേക്ക്. ഇതൊക്കെ മതിയായിട്ടാണ് തപോവനത്തിലേക്ക്. തപോവനത്തിൽ പോയില്ലെങ്കിലും വീട്ടിൽ തപോവനമാക്കി തന്നെ എന്ത് ചെയ്യാൻ കൊണ്ടു നടക്കാം. അതാണ് വാനപ്രസ്ഥന്റെ ലക്ഷ്യം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഹേ വസുദേവ, ഈ യജ്ഞം ചെയ്തോളൂ, നന്നായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക. വിത്തൈഷണാം യജ്ഞദാനേൻ ഗൃഹദാരഫുതൈഷണാം ആത്മലോകൈഷണാം ദേവ കാലേന ബുസുജേത് ബുധാം ഗ്രാമേ തെക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. വിത്തൈഷണാം യജ്ഞദാനേർഗൃഹേ ദാരഫുതൈഷണാം ആത്മലോകൈഷണാം ദേവ കാലേന ബുസുജേത് ബുധാം ഗ്രാമേ തെക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. ഋണൈസ്തൃഭൃദ്വിജോ ജാതോ ദേവർഷിപിതॄണാം പ്രഭോ യജ്ഞധേന പുത്രൈസ്താൻ അനിസ്തീര്യത്യജൻ പതേത്. ഋണൈഹി ഋണങ്ങളാൽ. ഋണം എന്ന് വെച്ചാൽ നമുക്കറിയാം കടം തന്നെയാണ്. ഋണൈഹി പിന്നെ ത്രിഭിഹി എന്നുള്ള, അവിടെ സ്ത്രീ എന്നില്ല. ഋണൈഹി വിസർഗം വന്നാൽ പിന്നെ സകാരമില്ല, പിന്നെ ത്രിഭിഹി എന്നുള്ളത്. അത് സ്ത്രീ എന്നൊന്നും അർത്ഥം ഉണ്ടാക്കി ആലോചിച്ചെടുക്കരുത്. ഋണൈ ത്രിഭിഹി 3 ഋണങ്ങളുണ്ട് മനുഷ്യന്. ദ്വിജോ ജാതഃ, ദ്വിജൻ ജനിക്കുന്നത് 3 കടം വീട്ടാനാണ്. ഏതൊക്കെയാണ്? ദേവ, ഋഷി, പിതൃ. ഹേ പ്രഭോ വസുദേവ, ഒരു ബ്രാഹ്മണ ജന്മം ഭൂമിയിൽ ലഭിക്കുന്നത് 3 കടം വീട്ടാനാണ്. ദേവന്മാരോട്, ഋഷിമാരോട്, പിതൃക്കളോട്. ഒന്ന്, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ദേവന്മാർക്കും ദേവഗണങ്ങൾക്കും ഋഷിമാർക്കും ഋഷിഗണങ്ങൾക്കും പിതൃക്കൾക്കും പിതൃഗണങ്ങൾക്കും തർപ്പണം ചെയ്യും. പൂണൂര് കൂട്ടിയും കൂട്ടാതെയും തർപ്പണം ചെയ്യും. അത് ദ്വിജൻ എന്നും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യാവന്ദന പ്രക്രിയ തർപ്പണക്രിയയാണ്. ഇത് 3 ചെയ്യുന്നത് 3 കടം ഓരോ ദിവസവും കടം വീട്ടുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഋണൈഹി ത്രിഭിർദ്വിജോ ജാതോ ദേവ ഋഷി പിതॄണാം പ്രഭോ യജ്ഞ അധ്യേന പുത്രൈ. ആദ്യത്തെ ദേവന്മാരുള്ള കടം യജ്ഞം കൊണ്ട് വീട്ടണം. പിതൃക്കളുള്ള കടം അധ്യയനം ചെയ്ത് വീട്ടണം. ഋഷിമാരുള്ള കടം അധ്യയനം ചെയ്ത് വീട്ടണം. പിതൃക്കളുള്ള കടം അതേപോലെ പുത്രനെ സൃഷ്ടിച്ച് വീട്ടണം. അപ്പൊ ദേവന്മാരുള്ള കടം ആർക്കുണ്ട്? നമുക്കുണ്ട്. ആ കടം വീട്ടാൻ യജ്ഞം ചെയ്യും. ദേവപൂജ അല്ലെങ്കിൽ യജ്ഞം. ഒന്ന്, വസുദേവ, ഒരു മനുഷ്യൻ യജ്ഞം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം അയാൾക്ക് ആ കടം വീട്ടിൽ വേണം തിരിച്ചു പോകാൻ. നിങ്ങളുടെ ജന്മം നമ്മളാരും ചോദിച്ചു വാങ്ങിച്ചൊന്നുമല്ല. നമുക്ക് യാദൃശ്യം കിട്ടിയ ജന്മമാണ്. ആ ജന്മം കൊണ്ട് 3 കടം വീട്ടാനുള്ളതാണ്. രണ്ടാമത്തെ കടം അധ്യയനം ചെയ്യണം, പഠിക്കണം, പഠിച്ചു വെക്കണം. ഋഷിമാരുള്ള നമ്മുടെ ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയ കടപ്പാട് പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ 2ാമത്തെ കടം ഇതാ ഇവിടെ വിടുകയായി. എന്താണ്? പഠിപ്പുകൊണ്ട്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, പുരാണം ഇതൊക്കെ പഠിക്കുന്നതോടെ ഋഷിമാരുള്ള കടപ്പാട് നമ്മുടെ വീട്ടുകയായി. 3ാമത്
മാതാപിതാക്കളുള്ള കടപ്പാട് അതുപോലെ പുത്രനെ സൃഷ്ടിക്കണം. കാരണം ഗൃഹസ്ഥാശ്രമം. ഈ 3 കടവും വീട്ടിയാൽ പിന്നെ തിരിച്ചു പോവാം. കടം വീട്ടാതെ പോകരുത്. യജ്ഞ അധ്യയന പുത്രൈഹി താൻ അനിസ്തീര്യ വീട്ടാതെ ത്യജൻ ശരീരം ത്യജിച്ചാൽ പതേത് വീണ്ടും വരുന്നത്. അപ്പം ഈ 3 കടങ്ങൾ വീട്ടിയതിന് ശേഷമേ ഇവർക്ക് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചു വരട്ടെ, വീണ്ടും വരും. അതുകൊണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തവർ എന്ത് ചെയ്യണം? 3 തരം കടവും വീട്ടിൽ തന്നെ പോകണം. ഇത് ലോകത്തിന്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് ഋഷിമാർ കൽപ്പിച്ചതാണ്. മനുഷ്യർ എക്കാലം വരെ ഭൂമിയിൽ നിൽക്കുന്നു, അക്കാലം വരെയും യജ്ഞം ചെയ്യണം, അക്കാലം അത്രയും പഠിക്കണം, അക്കാലം അത്രയും ഗാർഹസ്ഥ്യം അനുഷ്ഠിച്ച് സന്താന പരമ്പരകളെ സൃഷ്ടിക്കണം. എങ്കിലേ ലോകം നിലനിൽക്കൂ. ദീർഘവീക്ഷണമാണ് ഋഷിമാരുടെ. അതുകൊണ്ട് വസുദേവ, അവരവർ ചെയ്യേണ്ട ഈ 3 കടങ്ങൾ വീട്ടാതെ വീട് ഉപേക്ഷിച്ചാൽ കടം വീട്ടാതെ പോയി എന്നൊരു ദോഷം വന്നു ചേരും. കടം വീട്ടാതെ പോയാൽ കടം വീട്ടാൻ വേണ്ടി വീണ്ടും വരേണ്ടത് അല്ലേ? കടം വീട്ടാതെ ഇവിടുന്ന് ആരും വിടില്ല. എവിടുന്നാണോ കടമെടുത്ത് അവര് വിടില്ല, ജപ്തി ചെയ്യും. അതുപോലെ ജപ്തി ചെയ്ത് വീണ്ടും അങ്ങോട്ട് വരും. അതുകൊണ്ട് പിതൃക്കളുടെ കടം തീർക്കാതെ പെട്ടെന്ന് സകലവും ഉപേക്ഷിക്കുന്നവർ ഉദ്ഗതിയെ പ്രാപിക്കില്ല, അധപ്പതിക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം എന്നീ സ്ഥാനങ്ങളെ ആശ്രയിച്ച് അധ്യയനം, യജ്ഞം, പുത്രോത്പാദനം, ഈ 2 ആശ്രമങ്ങളുടെ ലക്ഷ്യം ഇതാണ്. അധ്യയനം, യജ്ഞം, പുത്രോത്പാദനം. ഈ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ഇതൊക്കെ ഉപേക്ഷിക്കാം. ഇത് 3 കഴിഞ്ഞാൽ യജ്ഞം ഉപേക്ഷിക്കാം, വീട് ഉപേക്ഷിക്കാം, പഠിപ്പ് ഉപേക്ഷിക്കാം, പുത്രന്മാരെയും ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാൻ അവരുടെ കാര്യം നോക്കോളൂ, പിന്നെ അവരുടെ പുറകെ പോകരുത്. ഇതാണ് കർമ്മയോഗത്തിൽ അനപായമായ ഒരു മാർഗം. ഇതാണ്. ഈ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ എന്നും അപായം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ അതിന് ഇരകളാണ്. അതുകൊണ്ട് ഭാഗവതം പ്രത്യേകം പറയാണ്, കുറേശ്ശെ ഇതിന് വിടുതൽ നേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപായം ഉണ്ടാകും, അപകടം ഉണ്ടാകും, അത് ഉറപ്പാണെന്ന് എന്നേ ഭാഗവതം പറഞ്ഞു വെച്ചതാണ്. ഇതാണ് സദാചാരം. ഈ മാർഗത്തിൽ ഒരു ദോഷവുമില്ല. ഇത് കർമ്മയോഗത്തിന്റെ രഹസ്യം ഇതാണ്. പതുക്കെ പതുക്കെ വിരക്തി സമ്പാദിക്കാതെ പെട്ടെന്ന് പരിസ്ഥിതിച്ചാൽ അധർമ്മത്തിലേക്ക് നീങ്ങാനുള്ള പ്രവൃത്തി ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് പതുക്കെയാകാവൂ, ഹഠാത് വളരെ വേഗം ആവരുത്. ഓരോന്ന് പതുക്കെ പതുക്കെ ഉപേക്ഷിച്ച് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് എല്ലാം വലിച്ചെറിഞ്ഞ് പോകാൻ ആവരുത് എന്നാണ്. അങ്ങനെ ആയാൽ അധർമ്മത്തിലേക്ക് ചാടാനുള്ള ഒരു മനോഭാവം ഉണ്ടായേക്കാം. അതുകൊണ്ട് കർമ്മങ്ങളുടെ ഉപേക്ഷ പതുക്കെ പതുക്കെ ചെയ്ത് ആ പുരുഷൻ മുക്തനായി സകല ശാസ്ത്രങ്ങളും നമ്മെ ബോധിപ്പിക്കുന്ന ഇതാണ് ഈ ക്രമം അംഗീകരിക്കുന്ന സാക്ഷ്യമാണ്. അതുകൊണ്ട് വസുദേവ, ഈ യജ്ഞം യോഗ്യമായി ചെയ്യേണ്ടത്. ഋണൈസ്തോ ദേവർഷി പിതॄണം പ്രഭോ യജ്ഞാധ്യേന പുത്രൈസ്തന്യ ത്യജൻ പരേൻ. ഋണൈസ്തോ ദേവർഷി പിതॄണം പ്രഭോ യജ്ഞാധ്യേന പുത്രൈസ്തന്യനിസ്തീര്യ പദേ താനി അനിസ്തീര്യ താന്യനിസ്തീര്യ കൂട്ടിച്ചേർക്കുന്നു. യജ്ഞ അധ്യയന പുത്രൈഹി താനി അനിസ്തീര്യ. നിസ്തീര്യ തരണം ചെയ്തിട്ട് അനിസ്തീര്യ തരണം ചെയ്യാതെ. ത്യജൻ ശരീരം ഉപേക്ഷിക്കുന്നവൻ പതേ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു. ഋണൈസ്തൃഭിർദ്വിജോ ദേവർഷി പിതॄണം പ്രഭോ യജ്ഞ അധ്യയന പുത്രൈസ്തന്യനിസ്തീര്യ ത്യജൻ പതേ.
ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിവിത്രോ മഹാമതേ യജ്ഞേ യജ്ഞേ ദേവർഷം ഉന്മുച്യ നിരുണോ ശൃണോ ഭവാം ത്വം തു അദ്യ. ഹേ വസുദേവ, നീ ആകട്ടെ ഇന്ന് മുക്തനാണ്. ദ്വാഭ്യാം വൈ രണ്ടെണ്ണത്തിൽ രണ്ട് കടം വീട്ടി. എന്താണ്? ഋഷി പിത്രോ, ഋഷിമാരുടെ കടം വീട്ടി വേണ്ട പഠിപ്പ് സമ്പാദിച്ചു. ഒരു പുത്രനെ ജനിപ്പിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന പുത്രനെ ജനിപ്പിച്ച് ആ കടവും വീട്ടി. ദ്വാഭ്യാം വൈ ഋഷിപിത്രോഹു മഹാമതേ. ഹേ മഹാമതേ, ത്വം അദ്യ ദ്വാഭ്യാം മുക്ത, രണ്ടെണ്ണത്തിൽ നിന്നും മുക്തി പ്രാപിച്ചു. ഇനി യജ്ഞൈഹി ദേവ ഋണം ഉന്മുച്യ, യജ്ഞങ്ങളെ കൊണ്ട് ദേവഋണത്തെ ദേവഋണം ദേവർണം എന്നൊന്നിച്ചായതാണ് സന്ധീകരണം. യജ്ഞൈഹി ദേവ ഋണം ഉന്മുച്യ വരുമ്പോൾ യജ്ഞേ ദേവർണമുന്മുച്യ, ദേവ ഋണം ഉരന്റെ പരഹം നിങ്ങൾ പണ്ട് പിടിച്ച സൂത്രം കൊണ്ട് അരായിട്ട് മാറിയിട്ട് ദേവർണ എന്നായിട്ട് മാറും. ദേവ ഋണ ദേവർണ എന്നായിട്ട് മാറും. അവിടെ നിങ്ങൾ പഠിച്ചാണ്. ഉദാഹരണത്തിന് കൗമുദി സൂത്രം പഠിച്ചത് ചിലതൊക്കെ ഉണ്ട്, അത് ഇവിടെ ഓർത്തിരിക്കുന്നതെങ്കിലും. യജ്ഞൈഹി ദേവ ഋണം ഉന്മുച്യ, യജ്ഞം ചെയ്തിട്ട് ദേവന്മാരുടെ കടം വീട്ടിയിട്ട് നിരിഋണോ, ഋണമില്ലാത്തവനായിട്ട്, നിര് ഋണഹ സന്ധിക്കുമ്പോൾ നിരിഋണ, ഋണമില്ലാത്തവനായിട്ട് അശരണോ ഭവ, ഒന്നിനെയും ആശ്രയിക്കാത്തവനായിട്ട് നീ ഭവിക്കുക തന്നെ ചെയ്യണം. എന്താണ് ശരണം? വീട് ശരണമാണ്, പത്നി ശരണമാണ്, പുത്രന്മാരാശ്രയമാണ്. ഈ ആശ്രയത്തൊക്കെ ഉപേക്ഷിക്കണം, അശരണനായിട്ട്. ഇനി എനിക്ക് ഒന്നിനെയും ആശ്രയിക്കാനില്ല, ആരെ മാത്രമേ ഉള്ളൂ? ഈശ്വരനെ മാത്രം. അതുകൊണ്ട് വസുദേവ, ഈ യജ്ഞം കൊണ്ടുള്ള കടം വീട്ടാൻ വേണ്ടി അങ്ങ് യജ്ഞം ചെയ്യണം. ദേവന്മാരുടെ കടം അതുകൊണ്ടേ വീടുകൊള്ളൂ. അതുകൊണ്ട് ദേവ ഋണം വീട്ടിയിട്ട് നിരിഋണനായി, കടങ്ങളെല്ലാം വീട്ടിയവനായിട്ട് അശരണനായിട്ട് ഭവിക്കൂ വസുദേവ. എത്ര സുന്ദരമായ ഉപദേശങ്ങളാണ് ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവർക്ക് അവിടെ കൂടി നമുക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങൾ. എന്തിനാണ് യജ്ഞം ചെയ്യുന്നത് ചോദ്യത്തിന് മറുപടി. നിങ്ങളുടെ യജ്ഞങ്ങൾക്കുള്ള എന്താ ഫലം ഇന്ന് പറഞ്ഞു തീർക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളല്ലേ. അങ്ങനെ അധപ്പതിക്ക് പോവാതെ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനാണ് നമ്മൾ ഈ ഭാഗവതം പഠിക്കുന്നത്. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യം വൈ ഋഷിവിത്രോർ മഹാമതേ യജ്ഞേർദേവർണമുന്മുച്യ നിരണോ ശരണോ ഭവാം. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യം വൈ ഋഷിവിത്രോർ മഹാമതേ യജ്ഞേർദേവർണമുന്മുച്യ നിരണോ ശരണോ ഭവാം. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യം വൈ ഋഷിവിത്രോർ മഹാമതേ യജ്ഞേർദേവർണമുന്മുച്യ നിരുണോ ശരണോ ഭവാം. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ച ഫയദ്വം പുത്രതം ഗതാം. ഹേ വസുദേവ, ഭവാൻ നൂനം നിശ്ചയമായിട്ടും ഭക്തിയാ പരമയാ ഭക്തിയാ പരമമായ ഭക്തിയിലൂടെ ജഗദാമീശ്വരം ഹരിം, ജഗത്തുകളുടെ ഈശ്വരനായ ഹരിയെ പ്രാർച്ച പ്രകർഷേണ അർച്ചിക്കൂ, പൂജിച്ചിരിക്കുന്നു. യദ്വം പുത്രതം ഗത, അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ അങ്ങയ്ക്ക് പുത്രനായിട്ട് ചെയ്യുകയും. ശ്രീഹരിയെ തന്നെ അങ്ങ് ഫലോത്കൃഷ്ടമായ ഭക്തിയോടെ എത്ര കാലം പൂജിച്ചു. അതുകൊണ്ട് ആ പൂജയുടെ ഫലം കൊണ്ടാണ് ഇപ്പോൾ അങ്ങയ്ക്ക് ഭഗവാൻ തന്നെ പുത്രഭാവത്തെ സ്വീകരിച്ച് ജനിച്ചിരിക്കുന്നത്. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ച ഫയദ്വാം പുത്രതാം ഗതാം. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ച ഫയദ്വാം
പുത്രതാം ഗതാം യത് വാം നിങ്ങൾക്ക് രണ്ടുപേർക്കുന്നാണ് കൂടി ചേരുമ്പോൾ യദ്വാം. ശ്രീശുക ഉവാചാം ഇതി തേഷാം വച ശ്രുത്വാ വസുദേവോ മഹാമനാം താനർഷീണുജോ വവ്രേ മൂർധ്നാനമ്യ പ്രസദ്യതാം. ഇങ്ങനെയുള്ള തേഷാം വച അവരുടെ വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട് വസുദേവോ മഹാമനാഹ മഹാമനസ്കനായ വസുദേവരെ താൻ ഋഷീൻ ആ ഋഷിമാരെ തന്നെ ഋത്തുജോ വവ്രേ അവരെ തന്നെ ഋത്തുക്കളായിട്ട് വവ്രേ വരിച്ചു. ഋത്തുജോ വവ്രേ ഋത്തുക്കുകളായിട്ട് വരിച്ചു. താൻ ഋഷീൻ ആ ഋഷിമാരെ ഋത്തുക്കുകളായിട്ട് വരിച്ചു. മൂർധ്നാ ആനമ്യ ശിരസ്സുകൊണ്ട് കുനിഞ്ഞ് നമസ്കരിച്ചിട്ട് പ്രസാദിപ്പിച്ച അവരെ പ്രസാദിപ്പിച്ചിട്ട് അവരെ തന്നെ ഋത്തുക്കളായിട്ട് വരിച്ചു. യോഗ്യരായ ഋഷിമാരാണ്. നോക്കൂ, ഇങ്ങനെയുള്ളവരാണ് വാസ്തവത്തിൽ യജ്ഞം ചെയ്യാനുള്ള ഹോതാക്കളും ഒത്തുക്കളുമായിട്ട് വന്നു ചേരേണ്ടത്. വഴിയെ പോകുന്നവരൊക്കെ വിളിച്ച് യജ്ഞം നടത്തിയാൽ വരുന്നൊരു ദോഷമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല പഠിപ്പും അറിവും ജ്ഞാനവും യോഗ്യതയുള്ള ഒരാളെ കൊണ്ട് മാത്രം വേണം എന്ത് ചെയ്യാൻ യജ്ഞം ചെയ്യിക്കാൻ. താൻ ഋഷീൻ ഋത്തുജോ വവ്രേ മൂർധന ആനമ്യ പ്രസാദ്യതാം തലകുനിച്ച് നമസ്കരിച്ച് അവരെ പ്രസാദിപ്പിക്കുന്നതിനെ ഇതിദേശം വജശ്രുത്വാ വസുദേവോ മഹാമനാം താൻ ഋഷീൻ ഋത്തുജോ വവ്രേ മൂർധന ആനമ്യ പ്രസാദ്യത. ഇതിദേശം വജശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്തുജോ വവ്രേ മൂർധന ആനമ്യ പ്രസാദ്യതാം. ത ഏനമൃഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. ത ഏനം ഋഷയഃ തേ ഋഷയഃ ഏനം ആ ഋഷിമാർ അവനെ ഹേ രാജൻ അല്ലയോ രാജാവേ വൃതാധർമ്മേണ ധാർമ്മികം ധർമ്മതൽപരനായിരിക്കുന്ന ഇവനെ ധർമ്മപ്രകാരം യജ്ഞം ചെയ്യിക്കാനായിട്ട് വരിക്കുകയും ചെയ്തു. വൃതാഹ വരിക്കപ്പെട്ട ഋഷിമാർ തേ ഋഷേഹാം വൃതാഹ ധാർമ്മികം ഏനം വരിക്കപ്പെട്ട ധാർമ്മികനായ അവനെ ധർമ്മേണ ധർമ്മപൂർവകമായി തസ്മിൻ അയാജയൻ ക്ഷേത്രേ തസ്മിൻ ക്ഷേത്രേ ആ ക്ഷേത്രത്തിൽ വെച്ച് ആ പുണ്യക്ഷേത്രത്തിൽ വെച്ച് അയാജയൻ യജിപ്പിച്ചു മഖൈഹി യാഗങ്ങളാൽ ഉത്തമകൽപകൈഹി ഉത്തമകൽപ്പങ്ങളായ ഉത്കൃഷ്ടങ്ങളായ യാഗങ്ങൾ അവനെ കൊണ്ട് ചെയ്യിച്ചു. അയാജേത് ചെയ്യിച്ചു കഴിപ്പിച്ചു. ഉത്തമങ്ങളായ പല യജ്ഞങ്ങളും വസുദേവരെ കൊണ്ട് ആ ഋത്തുക്കൾ അവിടെ ഇരുത്തി ചെയ്യിച്ചു. ത ഏനമർഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. ത ഏനമർഷയോ രാജൻ വൃതാധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയ പുഷ്കരഫ്രജാം സ്നാതാഃ സുവാസസോ രാജൻ രാജാനഃ പുഷ്പലംകൃതാഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം അതിനുള്ള ദീക്ഷ പ്രവർത്തിച്ചപ്പോൾ ദീക്ഷ വ്രതം യജ്ഞം ചെയ്യുവാനുള്ള യജ്ഞദീക്ഷ ദീക്ഷ എന്ന വാക്കിന് വ്രതം എന്ന് മാത്രമേ ഉള്ളൂ. ആ യജ്ഞദീക്ഷയിൽ തദ്ദീക്ഷായാം പ്രവൃത്തായാം അത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ വൃഷ്ണികൾ പുഷ്കരഫ്രജ താമരമാല ധരിച്ചവരായി സ്നാതാഹ കുളിച്ചവരായി സുവാസസോ നല്ല വസ്ത്രമെടുത്തവരായി രാജൻ രാജാനഹ രാജാക്കന്മാർ സുഷ്ടു അലങ്കൃതാഹ നന്നായി അലങ്കരിച്ചവരായി. വസുദേവൻ യജ്ഞദീക്ഷയിൽ ഏർപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ച വൃഷ്ണികളൊക്കെ കുളിച്ച്
നിത്യകർമ്മങ്ങൾ കഴിച്ച് നല്ല പുതുവസ്ത്രങ്ങൾ ധരിച്ച് താമരദളം കൊണ്ട് മാലയുണ്ടാക്കി അത് അണിഞ്ഞ് വസുദേവരോട് ഒരുമിച്ചുള്ള എല്ലാ രാജാക്കന്മാരും യജ്ഞശാലയിലേക്ക് പറഞ്ഞു. തദ്ദീക്ഷായം പ്രവൃത്തായം വൃഷ്ണയ പുഷ്കരഫ്രജാം സ്നാത സുവാസുസോ രാജൻ രാജാന പുഷ്കരംകൃതാഃ. തദ്ദീക്ഷായം പ്രവൃത്തായം വൃഷ്ണയ പുഷ്കരഫ്രജാം സ്നാത സുവാസുസോ രാജൻ രാജാന പുഷ്കരംകൃതാഃ. തന്മഹിഷ്യശ്ച മുദിതാഃ നിഷ്കണ്ഠ്യസ്വാസതാം ദീക്ഷാശാലാം ഉപാജഗ്മുഃ ആലിപ്താഃ വസ്തുപാണയാം. തത് മഹിഷ്യശ്ച, ആ രാജപത്നിമാർ, രാജാക്കന്മാരൊക്കെ ഇങ്ങനെ ഒരുങ്ങി വന്നു. തത് മഹിഷ്യഃ ച തന്മഹിഷ്യശ്ച, ആ രാജാക്കന്മാരുടെ പട്ടമഹിഷികളാകട്ടെ മുദിതാഹ, സന്തുഷ്ടരായിട്ട് നിഷ്കണ്ഠ്യഃ, നിഷ്കം എന്ന വാക്കിന്റെ അർത്ഥം ലോക്കറ്റ്. നിഷ്കണ്ഠ്യഃ എന്ന് വെച്ചാൽ ലോക്കറ്റ് കഴുത്തിൽ ധരിച്ചവരായിട്ട്, മാലയിലോ നൂലിലോ ചരടിലോ വള്ളിയിലോ എങ്ങനെയൊക്കെ വേണേ ആവാം, എന്തായാലും ലോക്കറ്റുള്ള മാല ധരിച്ചവരായിട്ട് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയാം. നിഷ്കണ്ഠ്യഃ സുവാസഃ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരായിട്ട് ദീക്ഷാശാലാം, യജ്ഞദീക്ഷാശാലയിലേക്ക് ഉപാജഗ്മുഹു, വേഗം ഓടിയെത്തി ആലിപ്താഹ, ചന്ദനാദികളായ ലേപനങ്ങൾ പൂശിക്കൊണ്ട് വസ്തുപാണയ, കയ്യിൽ യജ്ഞത്തിന് വേണ്ട കുറെ സാധനങ്ങൾ കരുതിക്കൊണ്ടാണ്. വെറുതെ കൈ വീശയല്ല. യജ്ഞത്തിന് പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടുപോകണം, യജ്ഞത്തിന് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ. പണ്ട് കുചേലന് പറഞ്ഞ പോലെ പൂവാകാം, മാലയാകാം, അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾ എന്തെങ്കിലും ആകാം, ഒന്നുമില്ലെങ്കിൽ ധനമാവാം, എന്തുമാവാം. ഇതും കൊണ്ട് വേണം എന്ത് ചെയ്യാൻ അവരെ. അപ്പൊ പൂജാ സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അവരെല്ലാം യജ്ഞശാലയിലേക്ക് എത്തി. തന്മഹിഷ്യശ്ച മുദിതാഃ നിഷ്കണ്ഠ്യസ്സുവാസഃ ദീക്ഷാശാലാമുപാജഗ്മുഃ ആലിപ്താ വസ്തുപാണയാം. തന്മഹിഷ്യശ്ച മുദിതാഃ നിഷ്കണ്ഠ്യഃ സുവാസഃ ദീക്ഷാശാലാമുപാജഗ്മുഃ ആലിപ്താഃ വസ്തുപാണയാം. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനകാദയാം നടനത്തക്യസ്തുഷ്ടുഃ സൂതമാഗതാ ജഗുഃ സുകണ്ഠ്യോ ഗന്ധർവ്യ സംഗീതം സഹഭർതൃകാഃ. നേതുഹു, നദിപ്പിച്ചു, ശബ്ദമുണ്ടാക്കി. നനാദ നേദതുഹു, നേതു. മൃദംഗ പടഹ ശംഖ ഭേരി ആനകാദയ, ഇത്രയും വാദ്യങ്ങളുടെ പേരാണ്. മൃദംഗം, പടഹം, ശംഖ്, ഭേരി, ആനകം, ഇത്രയും ഓരോ വാദ്യങ്ങളാണ്. ഇപ്പൊ ചെണ്ട പോലെയൊക്കെ ഉള്ള പലതരം വാദ്യങ്ങളെല്ലാം നമുക്കിവിടെ പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് ഇന്നതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പടഹും ശംഖും ഭേരിയൊക്കെ നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാം, അല്ലാത്തതുണ്ടാവും. അപ്പം എല്ലാ വാദ്യക്കാരും അവരുടെ വാദ്യങ്ങൾ വധിപ്പിച്ചു. നനുർത്തുഹു നടനർത്തക്യഃ, നടന്മാരും നർത്തകികളും നൃത്തം ചെയ്യാൻ തുടങ്ങി. തുഷ്ടുവു സൂതമാഗതാഃ, സൂതന്മാരും മാഗധന്മാരും സ്തുതിക്കാൻ തുടങ്ങി. ജഗുഹു, പാടി. ജഗൗ ജഗദതുഹു ജഗുഹു, പാടി. സുകണ്ഠ്യ, നല്ല ശബ്ദമുള്ള. ഗന്ധർവ്യ, ഗന്ധർവിമാർ. സംഗീതം ജഗു, നല്ല ശബ്ദമുള്ള ഗന്ധർവിമാർ സംഗീതം പാടി. സഹഭർതൃകാഃ, അവരുടെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാരോടൊപ്പം അവരൊക്കെ വന്ന് ഗാനങ്ങൾ ആലപിച്ചു. നേതുർ മൃദംഗപടഹ ശംഖ ഭേര്യാനകാദയാം നടനർത്തക്യസ്തുഷ്ടുഃ സൂതമാഗതാ ജഗുഃ സുകണ്ഠ്യോ ഗന്ധർവ്യ സംഗീതം സഹഭർതൃകാഃ. നേതുർ മൃദംഗപടഹ ശംഖഭേര്യാനകാദയാം നടനർത്തക്യസ്തുഷ്ടുഃ സൂതമാഗതാ ജഗുഃ സുകണ്ഠ്യോ ഗന്ധർവ്യ സംഗീതം സഹഭർതൃകാഃ. നേതുർമൃദംഗപടഹ ശംഖഭേര്യാനകാദയാം
നടനർത്തക്യസ്തുഷ്ടുവൂതമാഗതാം ജഗുഃസുകണ്ഠ്യോ ഗന്ധർവ്യ സംഗീതം സഹഭർതൃകാഹം തമഭ്യഷിഞ്ചൻ വിധിവത് അഭ്യക്തമർത്തുജ പത്നീഭിരഷ്ടാദശഭി സോമ രാജമിവോടുഭി തം അഭ്യഷിഞ്ചൻ അവനെ അഭിഷേകം ചെയ്തു വിധിവത് വിധിപൂർവം വിധിവത് അക്തം അഭ്യക്തം പൃഥ്വിജ അക്തനും അഭ്യക്തനുമായ അവനെ അക്തൻ എന്ന് വെച്ചാൽ കണ്ണെഴുതിയവനാണ് കണ്ണിൽ അഞ്ജനം പുരട്ടിയവനെ അക്തൻ എന്നാണ് വിളിക്കുക അഭ്യക്തൻ എന്ന് വെച്ചാൽ എണ്ണ തേച്ച് കുളിച്ചവൻ എണ്ണ തേച്ച് കുളിച്ച് കണ്ണെഴുതി വിധിവത് അക്തം അഭ്യക്തമർത്തുജ ഋത്വിക്കുകൾ പത്നീഭിഹി അഷ്ടാദശഭി വസുദേവർക്ക് 18 പത്നിമാരുണ്ടായിരുന്നു പത്നീഭിഹി അഷ്ടാദശഭിഹി 18 പത്നിമാർ നമുക്കില്ലേ ദേവകിയോ രോഹിണിയോ ഒക്കെ മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷെ വേറെ പത്നിമാർ ഭാഗവതത്തിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട് പത്നീഭിരഷ്ടാദശഭി സോമരാജമിവോടുഭി നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ സോമരാജൻ ചന്ദ്രൻ ഉടുക്കൽ നക്ഷത്രങ്ങൾ ഉടുഭിഹി നക്ഷത്രങ്ങളാണ് ഉടുഭിഹി സോമരാജം ഇവ നക്ഷത്രങ്ങളാൽ സോമരാജൻ എന്ന പോലെ നക്ഷത്രങ്ങളെ കൊണ്ട് എപ്രകാരം ചന്ദ്രൻ ശോഭിക്കുന്നുവോ അതുപോലെ 18 പത്നിമാരെ കൊണ്ട് വസുദേവരെന്ന ചന്ദ്രൻ അവിടെ ശോഭിച്ചു തമഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തമത്വിജാം പത്നീഭിരഷ്ടാദശഭി സോമരാജമിവോടുഭി തമഭ്യഷിഞ്ചൻ വിധിവത് അക്തമഭ്യക്തമത്വിജാം പത്നീഭിരഷ്ടാദശഭി സോമരാജമിവോടുഭി താഭിർഭുകൂലവലൈർഹാരനൂപുജകുണ്ടലൈ വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ ജിനസംവൃതാം താഭിഹി അവൾമാരാൽ 18 പേരാൽ ദുകൂല വലയേഹി പട്ടുവസ്ത്രങ്ങളും വളകളും ധരിച്ച് ഹാരനൂപുര കുണ്ടലൈ മാലകൾ ഹാരങ്ങൾ നൂപുരം പാദസരങ്ങൾ കുണ്ടലം എന്താണ് കർണാഭരണങ്ങൾ ഇവകളോടുകൂടി ഫു അലങ്കൃതാഭിഹി നന്നായി അലങ്കരിക്കപ്പെട്ടവരായ അവരാൽ വിബഭൗ നന്നായി ശോഭിച്ചു വിശേഷമായി ശോഭിച്ചു ദീക്ഷിതോ അജിനസംവൃത വ്രതത്തിൽ കൃഷ്ണമാന്റെ തോൽ ധരിച്ചിരിക്കുന്ന വസുദേവൻ അജിനം തോല് അജിന സംവൃത തോലാൽ സംവരണം ചെയ്യപ്പെട്ട ചുറ്റപ്പെട്ടവനായ വസുദേവർ ദീക്ഷിതനായ വസുദേവർ ദീക്ഷയെത്തിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ധരിച്ചിരിക്കുന്ന കൃഷ്ണമൃഗത്തിന്റെ തോലാണ് ആ വസുദേവരുടെ ചുറ്റുമാണ് നക്ഷത്രങ്ങളെ പോലെ വെട്ടിത്തിളങ്ങുന്ന 18 സുന്ദരിമാർ ധാരാളം എന്താണ് പട്ടുവസ്ത്രങ്ങൾ ഉടുത്ത് വളയണിഞ്ഞ് മാലയണിഞ്ഞ് നൂപുരങ്ങൾ അണിഞ്ഞ് കുണ്ടലങ്ങൾ അണിഞ്ഞ് നന്നായി അലങ്കരിച്ചവരായ അവരെ കൊണ്ട് ഈ വസുദേവർ ശോഭിച്ചു താഭിർദുകൂലവലയേർ ഹാരനൂപുരകുണ്ടലൈ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ ജിനസംവൃതാം താഭിർദുകൂലവലയേർ ഹാരനൂപുരകുണ്ടലൈ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ ജിനസംവൃതാം താഭിർദുകൂലവലയേർ ഹാരനൂപുരകുണ്ടലൈ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ ജിനസംവൃതാം തസ്യർത്തുജോ മഹാരാജ രത്നകൗശേയവാസസാം സസദസ്യോ വിരേജുസ്തേ യഥാ വസ്ത്രഹണോധ്വരേ തസ്യ അവന്റെ ഋത്തുക്കൾ ഹേ മഹാരാജ രത്നകൗശേയവാസസ വസുദേവന്റെ ഋത്തുക്കളും സസദസ്യ സദസ്യരോടുകൂടി
രത്നകൗശേയ വാസസന്മാരായിട്ട്, രത്നങ്ങൾ പതിച്ച പട്ടുവസ്ത്രം ധരിച്ചവരായിട്ട്. പട്ടുസാരികളില് ഇപ്പം മുത്തു പതിക്കുന്നത് പോലെ അന്ന് രത്നങ്ങൾ പതിച്ചിരുന്നു. എത്രയോ കാലം മുമ്പ് വ്യാസന്റെ ഭാവനയിലുള്ളതാണ് ഇതൊക്കെ. പട്ടുവസ്ത്രത്തിൽ ഈ മുത്തുകളൊന്നുമല്ല, രത്നങ്ങൾ അതിൽ പിടിപ്പിക്കുവാൻ. അങ്ങനെ പിടിപ്പിച്ച് അതുകൊണ്ടാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ആ ആ ആ ഇപ്പൊ തീരും, 5 മിനിറ്റ്. അങ്ങനെ ആ അവന്റെ ഋത്തുക്കുകള് രത്നകൗശേയ വാസസന്മാരായിട്ട്, രത്നം പതിച്ച കൗശേയം പട്ട്, വാസസ വസ്ത്രം, സദസ്യന്മാരോടുകൂടി വിരേജുഹൂത്തെ അവർ ശോഭിച്ചു. യഥാ വൃത്രഹണോ അധ്വരി, എപ്രകാരമാണോ ഇന്ദ്രൻ അധ്വരത്തിൽ യാഗത്തിൽ യജ്ഞത്തിൽ ശോഭിക്കുന്നത് അതുപോലെ. വൃത്രഹൺ ഇന്ദ്രൻ, വൃത്രനെ ഹനിച്ചവൻ. അധ്വരം യജ്ഞം, എപ്രകാരമാണോ യജ്ഞങ്ങളിൽ ഇന്ദ്രൻ ശോഭിക്കുന്നത് അതുപോലെ ഈ ഋത്തുക്കുകൾ വസുദേവരുടെ യജ്ഞം ശോഭിച്ചു. തസ്യോ മഹാരാജരത്നകൗശേയവാസസ സ്വപദസ്യാവിരേജുസ്തേ യഥാ വൃത്രഹണോദ്ധരേം. തസ്യോ മഹാരാജ രത്നകൗശേയവാസസ സ്വപദസ്യാവിരേജുസ്തേ യഥാ വൃത്രഹണോദ്ധരേം. തസ്യോ മഹാരാജ രത്നകൗശേയവാസസ സ്വപദസ്യാവിരേജുസ്തേ യഥാ വൃത്രഹണോദ്ധരേം. അടുത്ത ശ്ലോകം മുതൽ രാമകൃഷ്ണന്റെ പ്രവേശനത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഇത്രയും കഴിഞ്ഞപ്പോഴാണ് ബലരാമൻ ശ്രീകൃഷ്ണനോടി ആ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ഭാഗം മുതൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. അത് മുതൽ ഈ യജ്ഞത്തെ മറ്റു വഴിയിലേക്ക് മാറുകയാണ് ഇവരുടെ സാന്നിധ്യം കൊണ്ട്. ആർക്കേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉപസംഹരിക്കാം. അതെ, സംശയം ഇതിലല്ല, വേറൊരു സംശയം ഉണ്ടായിരുന്നു. ഈ വാമദേവൻ പറഞ്ഞൊരു മഹർഷിയുടെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ സാറേ. പുള്ളിക്ക് ബ്രഹ്മജ്ഞാനം ലഭിച്ചത് വാമദേവ മഹർഷിക്ക് മാത്രമേ ഉള്ളൂ, ശുഭമഹർഷിക്കും കിട്ടിയിട്ടില്ലേ? ഉണ്ട്, ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. വാമദേവനെ കുറിച്ച് നമുക്ക് അങ്ങനെ കൂടുതൽ പുരാണങ്ങളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. വാൽമീകി രാമായണത്തിൽ വിസ്തരിച്ച് പറയുന്നത് അത് മാത്രം കണ്ടിട്ടു. വാൽമീകി രാമായണത്തിൽ അധ്യാത്മ രാമായണത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. എല്ലാ ഋഷിമാരെയും പറയാനുള്ളതല്ലോ എല്ലാ പുരാണവും. അവിടത്തേക്ക് പ്രസക്തമായ ഋഷിമാരെ കുറിച്ച് മാത്രമേ എല്ലാവർക്കും പറയുള്ളൂ. അല്ലാതെ ജീവിച്ചിരുന്ന സകല ഋഷിമാരെയും കുറിച്ച് വിസ്തരിച്ച് വർണ്ണിക്കാനല്ല ഈ പുരാണങ്ങളെല്ലാം. അതുകൊണ്ട് വാമദേവനെ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് വായിച്ചു പിടിച്ചു വാമദേവനെ കുറിച്ച് പഠിക്കും. സാറിന് ഈ സപ്താഹം നടത്തുന്നത് ധനലാഭത്തിന് വേണ്ടി മാത്രമല്ലേ സാറേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും അതിനു വേണ്ടിയാണ്. എത്ര കാശാണ്, കാശ് കിട്ടും. സപ്താഹവും പിന്നെ സദ്യയും, ആ രണ്ടും. ഒരു 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 ധർമ്മവും ചെയ്യാതെയാണ് ശരിക്കും 11-12 മണിയാകുമ്പം ഈ കലവും പാത്രവും ഒക്കെ മാത്രം പോകുന്ന ഒരു സമ്പ്രദായമാണ്. അത് യജ്ഞം എന്ന് പറയാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഭാഗവതം തന്നെയാണ് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചത്. അതെ ഇപ്പൊ ശരിക്കും സദ്യ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ധനപരമിന് എത്ര ചാക്ക് അരി കിട്ടി, എത്ര തേങ്ങ കിട്ടി എന്നുള്ള വിഷയമാണ്. അത് വിറ്റ് കാശാക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ സപ്താഹം എന്ന് പറയുന്നത്. അത്രയുള്ള നാളെ നടന്ന് കാശ് പിരിക്കുക, ഇതൊന്നും ശുദ്ധമായ ധനം സമ്പാദിക്കലല്ലോ. ഇത് വ്യക്തമായിട്ടും വാസുദേവരോട് ഭംഗിയായിട്ട് പറഞ്ഞു, നമുക്കറിയാൻ വേണ്ടി പറഞ്ഞു. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ നിലനിന്നിരിക്കും, അതുകൊണ്ടായിരിക്കും അതെ, അല്ലെങ്കിൽ എടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനെ വരാൻ വഴിയുണ്ടെന്നുള്ളതും കണ്ടിട്ടാവും. അത് ഋഷി ഊഹിക്കുന്നു, ക്രാന്തദർശികളാണ്. അതെ, ഭാവിയിൽ എന്തായാലും ഉണ്ടാകും എന്നുള്ളത് തീർച്ച അറിഞ്ഞുകൊണ്ട് എന്നും ലോകത്തിൽ ഇതൊക്കെ നടക്കും. കാരണം മനുഷ്യന്റെ സ്വഭാവം കാലം മാറിയാലും ഏതാണ്ട് സമാനമായിട്ടിരിക്കുമല്ലോ. അല്ല, വേണ്ടത് വേണ്ട പോലെ അറിഞ്ഞാൽ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ പറ്റും. വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് ആ വഴി തന്നെ.
ഇപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിന് ഏറെ അപജയം വന്നിട്ടുണ്ട്. എല്ലാവരുടെയും, കാരണം ക്ഷേത്രങ്ങളുടെയും എല്ലാവരുടെയും ഒരു ലക്ഷ്യം ധനാഗമ മാർഗമായിട്ട് ഇതിനെ കാണുന്നു. സപ്താഹം കൊണ്ട് ഇത്ര കാശുണ്ടാക്കാമെന്ന് ആചാര്യന്മാരും അതിന്റെ ഭരണാധികാരികളും നിശ്ചയിക്കും. അങ്ങനെ അങ്ങ് മാറിയിരിക്കുക. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ജ്ഞാനപ്രധാനം ഇവിടെ അപ്രധാനമാണ്. അത്രയുള്ളത്. അപ്പൊ സാമ്പത്തികമായി ചെലവഴിക്കാനുള്ള മാർഗമല്ല ഇതെന്ന് ആചാര്യന്മാർ ധരിക്കേണ്ടിയിരിക്കുന്നു. അതെ, ക്ഷേത്രക്കാർക്ക് നേരെ വിപരീതമാ. അതെ. സാറിന്റെ ഒക്കെ മാതിരിയുള്ള ആൾക്കാർ ഇതൊക്കെ പറഞ്ഞിട്ട് പോലും വ്യത്യാസമൊന്നും നടക്കുന്നില്ല. പൊതുവെ നമ്മളാരും സപ്താഹത്തിന് നിർദ്ദേശിക്കാറില്ല സാറേ. വെറും 7 ദിവസമായിട്ട് ഭാഗവതം വായിച്ചു തീർക്കാൻ നിർദ്ദേശിക്കും. ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല. നിങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞു വിടുന്നത്. അതെ 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 അതെ. വായിച്ചാ മതി, ധാരാളം മതി. പറയാറുള്ളൂ. സപ്താഹം എന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയല്ലേ പിന്നെ. അയ്യോ, അതെ അതെ അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായി അത്. അതാണ് ഇപ്പൊ സ്വാമിയാർമഠത്തിൽ നമ്മൾ 7 ദിവസം വായിക്കുന്നുണ്ടല്ലോ സാറേ. അതെ അതെ അതെ. അപ്പൊ ഇപ്പോഴും സന്ദർഭത്തിലാണ് വാസൽ ഭാഗവതം വസുദേവർക്ക് ഋഷിമാർ ഉപദേശിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെയുള്ള ധനം കൊണ്ട് വേണം യജ്ഞം ചെയ്യാൻ എന്ന് ബോധ്യപ്പെടുത്തി വിളിച്ചാൽ. കലിയുഗത്തിലെ ജനങ്ങളുടെ പാഠമാണ് ഈ ലൈനെല്ലാം. ഇതില് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാലും പറ്റാത്ത കാര്യങ്ങൾ എന്താണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ 10-30 പേര് വിചാരിച്ചാൽ അത്രയും ഒരു ഭാഗത്ത് അത്രയും ഭാഗം ശരിയാവും. അതാ വേണ്ടേ. ഇപ്പം എന്താണ്, കുന്നിക്കുരുവോളം തീയുണ്ടെങ്കിൽ കുടവട്ടം മഞ്ഞു പോകുന്ന അത്രയല്ലേ പറ്റുള്ളൂ. അത്രയും പോട്ടെ. അങ്ങനെ കുറേശ്ശെ ആൾക്കാർ വിചാരിച്ചാൽ കുറേയൊക്കെ മാറ്റിയെടുക്കാം. ഈ ലോകത്തെ മുഴുവൻ മാറ്റി മറിക്കാൻ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ 10-50 വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ പിന്നെ എന്താണ്, നമ്മൾ ഇത്രയും വിചാരിച്ചാൽ അത്രയെങ്കിലും പറ്റണമെങ്കിൽ അത് സാധിക്കാം. പറ്റുന്നിടത്തോളം ആകട്ടെ, അത്രേ അത് നമുക്ക് പറ്റും. അതെന്തായാലും ആ 7 ദിവസം സാറ് നല്ല അന്തരീക്ഷമാണ് അവിടെ. തീർച്ചയായിട്ടും. പിന്നെ അതാണ് വേണ്ടത്. ഏതായാലും ഭാഗ്യം സാറ് അങ്ങനെ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ഭാഗ്യമാണ്. ശരി, എന്ന് പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ.